പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് പുതിയ കേന്ദ്ര ബജറ്റ് വന്നു. ഇതിൽ 5ഓളം സാമ്പത്തിക മേഖലകളിൽ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന അതല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വായ്പാ പദ്ധതികളിലൂടെ പെട്ടെന്ന് തുക കണ്ടെത്താൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി കൈകാര്യം ചെയ്യുമ്പോൾ വളരെ എളുപ്പം നൽകുന്ന കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്ന തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ വേഗത്തിലൊന്ന് പരിശോധിക്കാം. ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ആദായ നികുതിയുടെ പരിധി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. 12.75 ലക്ഷം രൂപക്ക് വരെ നിങ്ങൾ നികുതി അടയ്ക്കേണ്ടതില്ല. നിലവിൽ ഇത് 10 ലക്ഷം എന്നായിരുന്നു. ഇപ്പോൾ ഇത് 12 ലക്ഷം രൂപയിലേക്കാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും തുക നിങ്ങൾക്ക് ഒരു വർഷത്തിൽ നികുതി അടക്കാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത്. ഇത് പ്രാബല്യത്തിൽ വരുന്നത് പുതിയ നികുതി ബില്ല് വരുന്നതോട് കൂടിയിട്ടാണ്. ആദായ നികുതി ബില്ല് അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും നിർമ്മലാ സീതാരാമൻ ഈ ഒരു ബജറ്റ് സമ്മേളനത്തിൽ കൃത്യമായി പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വീഡിയോയിലൂടെ പങ്കുവെക്കാം. രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് പ്രൈം മിനിസ്റ്റർ ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്ന പുതിയ പദ്ധതി നടപ്പാക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു കിസാൻ സമ്മാൻ നിധിയെ പോലെയുള്ള ഒരു പദ്ധതിയാകാനാണ് സാധ്യത. നിലവിൽ കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് തുക കൈപ്പറ്റുന്ന ആളുകൾക്ക് അറിയാം, ഒരു വർഷത്തിൽ 6000 രൂപ വരെ അവർക്ക് ലഭിക്കുന്നുണ്ട്. 4 മാസം കൂടുമ്പോൾ 2000 രൂപ എന്ന രീതിയിൽ 3 ഗഡുക്കളായിട്ടാണ് ഈ തുക ലഭിക്കുന്നത്. കിസാൻ സമ്മാൻ നിധിയിൽ വർധനവുണ്ടാകുമെന്ന ചില പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വർധനവുണ്ടായിട്ടില്ല. പകരം കാർഷിക മേഖലയ്ക്ക് ഉണർവേകുന്ന പുതിയ പദ്ധതിയാണ് നടപ്പാക്കിയത്. ഇതിലൂടെ ഏകദേശം 2 കോടിയോളം വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഉപകാരം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കർഷകർക്ക് ഏറ്റവും പുതിയ വിളകൾ കണ്ടെത്താൻ സാമ്പത്തിക സഹായങ്ങൾ നൽകാൻ, അതോടൊപ്പം തന്നെ വിളകൾക്ക് കൃത്യമായ വില ലഭിക്കാൻ ആവശ്യമായ പദ്ധതികളൊക്കെ ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ പുതിയ പദ്ധതിയായി ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്ന പുതിയ പദ്ധതിയാണ് കർഷകർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഇത് വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് MSMEയിലൂടെ 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറെ സന്തോഷം നൽകുന്ന, പ്രത്യേകിച്ച് MSME മേഖലകളിൽ പെട്ടെന്നൊരു വായ്പ ലഭിക്കണമെങ്കിൽ അത് ധനകാര്യ സ്ഥാപനങ്ങളിൽ രേഖകളും മറ്റുള്ള സംഗതികളൊക്കെ ആയിട്ട് കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ആ ഒരു സാഹചര്യം തന്നെ മാറാൻ വേണ്ടി പോവുകയാണ്. MSMEകൾക്ക് ഒരു പ്രത്യേകമായ ക്രെഡിറ്റ് കാർഡാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ 5 ലക്ഷം രൂപ വരെ അതിൽ വായ്പാ പരിധി ഉണ്ടാകും. പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുക കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 10 ലക്ഷം ക്രെഡിറ്റ് കാർഡുകളാണ് ഉടൻ തന്നെ വിതരണം ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ വിതരണം അടുത്ത മാസങ്ങളിൽ തന്നെ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഈ പദ്ധതി നടപ്പാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ MSMEയിലെ വായ്പാ പരിധിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 5 കോടിയിൽ നിന്ന് 10 കോടിയിലേക്കാണ് MSME വായ്പാ പരിധി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ നിലവിൽ 3 ലക്ഷം രൂപ വരെയായിരുന്നു വായ്പ ലഭിച്ചിരുന്നത്. അത് 5 ലക്ഷം എന്ന പരിധിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് സാധാരണക്കാരായ കൃഷി ചെയ്യുന്ന ആളുകളുടെ കയ്യിലൊക്കെ ഇത്തരം കിസാൻ ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിലവിലെ 3 ലക്ഷം എന്ന് പറയുന്ന പരിധി വർദ്ധിപ്പിച്ച് ഇപ്പോൾ 5 ലക്ഷം എന്ന ഫിഗറിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ ഒരു തീരുമാനം ഏറെ ഉപകാരപ്രദമാകും. തിരിച്ചടവ്, പലിശ ഇളവടക്കമുള്ള നിരവധി ആനുകൂല്യങ്ങൾ കൂടിയുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. സാധാരണ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത് പോലെയല്ല, തിരിച്ചടവിൻ്റെ കാര്യത്തിലൊക്കെ വളരെ മൃദു സമീപനമുള്ള ഒരു രീതിയാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ എടുക്കാൻ സാധിക്കും, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നതിനെ കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് പൂർണ്ണമായി കാണുക. ഏറ്റവും അവസാനമായി സാമ്പത്തിക മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് ഇൻഷുറൻസ് മേഖലകൾ സ്വകാര്യവൽക്കരിക്കുന്നു. 100% സ്വകാര്യവൽക്കരണമാണ് ഇൻഷുറൻസ് മേഖലയിൽ വരാൻ പോകുന്നത്. ഇതോടുകൂടിയിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടു പരിചയമുള്ള ചില ഇൻഷുറൻസ് പോളിസികളുണ്ട്. കമ്പനികൾ കൂടുതൽ ഇതിൽ സജീവമല്ലാത്തത് കൊണ്ട് തന്നെ അവർ പറയുന്ന പോളിസികൾ നമ്മൾ എടുക്കേണ്ട സാഹചര്യമാണുള്ളത്. എന്നാൽ അത് മാറാൻ വേണ്ടി പോവുകയാണ്. പകരം ആളുകൾക്ക് സ്വകാര്യ മേഖല വരുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഉണ്ട്. ഗുണമെന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായ പോളിസികൾ വരുന്നു, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ പോളിസികൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബില്ല് നടപ്പാക്കുന്നതോട് കൂടിയിട്ട് സ്വകാര്യ മേഖലകളിലേക്ക് ധാരാളം ഇൻഷുറൻസ് കമ്പനികൾ വരും, ധാരാളം പുതിയ പോളിസികൾ വരും. പുതിയ പോളിസികളൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് കാത്തിരിക്കുക. നിങ്ങളെ കാത്തു നിൽക്കുന്നത് ആകർഷകമായിരിക്കുന്ന പോളിസികളായിരിക്കാം. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ ധനകാര്യ മേഖലയിലൊക്കെ വന്നിരിക്കുന്ന വളരെ സുപ്രധാനമായ 5ഓളം മാറ്റങ്ങളെ കുറിച്ചാണ് വീഡിയോയിൽ പങ്കുവച്ചത്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.